ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു നൈറ്റ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് നാമഞ്ചല്ലും പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നാൽ ഏട്ടുണ്ടെങ്കിൽ മാത്രമുള്ള ഒരു പരിപാടിയാണ് ചായ വെക്കൽ. അപ്പോൾ ഏട്ടന് വൈകുന്നേരത്തേക്ക് ഞാൻ കുറച്ച് കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ അത് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ശർക്കരപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ശർക്കരപ്പൊടി ഇട്ട ചായയും പിന്നെ കുറച്ച് മിച്ചർ എടുത്തിട്ടുണ്ട്. നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിച്ചു കേട്ടോ. പിന്നെ ഇതാ ഞാൻ രാവിലെ അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് അരച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ കൂന് കറി വെക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കൂന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും അങ്ങനെയുള്ളതൊക്കെ അരിഞ്ഞ് കറി അടുപ്പത്ത് വെച്ചിട്ടോ. പിന്നെ അതാ ഈ ചെയ്യണത് നാളെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാനും പിന്നെ മോൾക്ക് കൊണ്ടുപോകാൻ ബിരിയാണി പോലെ പൊന്നരി കൊണ്ട് വെക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വയ്ക്കുക. നാളേക്ക് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ നമുക്ക് വേഗം രാവിലെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടന് ചെയ്യുന്നത് വ്യാഴാഴ്ച രാത്രി ഉള്ള വീഡിയോ ഉണ്ടത്. അപ്പോൾ അതാ നമ്മുടെ വിളക്കൊക്കെ കഴുകുകയാണ്. വിളക്കും പിന്നെ അവിടെയുള്ള നമ്മൾ ചന്ദനത്തിരി കുളത്തേക്കില്ലേ അങ്ങനെയുള്ളതൊക്കെ ഏട്ടൻ്റെ അടുത്തൊന്ന് കഴുകാൻ പറഞ്ഞതാണ് കേട്ടോ. ഇതാ കഴുകി പോയി കഴിഞ്ഞിട്ടുണ്ട്. എനിക്കുള്ള പണിയാണ് മൊത്തം. ഞാൻ തന്നെ കഴുകിയാൽ മതിയാന്ന് വിചാരിക്കും ഞാൻ കണ്ടോ. മൊത്തം അങ്ങനെ സോപ്പും ഇതൊക്കെ തീർപ്പിച്ചിട്ട് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ആദ്യം. പിന്നെ എന്നിട്ട് ഞാൻ ദോശയ്ക്കുള്ള ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഗോതമ്പ് ദോശ എന്നിട്ട് രാത്രി ഉണ്ടാക്കുന്നത്. ചോറ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ മക്കൾക്കും ഏട്ടനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചോറുണ്ട് കേട്ടോ. എനിക്ക് രാത്രി എന്തായാലും ചോറ് തന്നെ കഴിക്കണം. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ചോറേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതാ വേസ്റ്റ് കൊണ്ടേ കളയാൻ പോയപ്പോൾ നല്ല മണം കേട്ടോ. പോയി നോക്കുമ്പോൾ അതാ മുല്ലപ്പൂ നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് വന്നിട്ട് അടുക്കളയിൽ വെച്ച് വിട്ടോ, നല്ലൊരു സ്മെല്ല് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതാ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടല്ലോ, അതാണ് കേട്ടോ വെച്ചത്. അതിൽ ദോശ ഉണ്ടാക്കിയിട്ട് ശരിയായി കിട്ടിയില്ല. ഞാൻ ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു അതിൽ, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ദോശ ശരിയാവണം തന്നെ ഉണ്ടായതില്ല. പിന്നെ ഞാൻ കഷ്ണം അരിഞ്ഞതൊക്കെ വേഗം എടുത്തിട്ട് ഫ്രിഡ്ജിക്ക് കയറ്റി വെച്ചു കേട്ടോ. പിന്നെ അതാ ദോശ ഉണ്ടാക്കുമ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ എടുത്തപ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ വേഗം ചട്ടി മാറ്റി, നമ്മുടെ അടുത്ത് ഇരുമ്പിൻ്റെ ഒരു ചട്ടിയുണ്ട് ദോശ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിലേക്ക് അതാക്കിട്ടോ. അതിൽ പിന്നെ ദോശ കിട്ടും, ദോശ മാത്രമേ അതിൽ ഉണ്ടാക്കാറുള്ളൂ. അപ്പം അങ്ങനെ ദോശ പിന്നെ ഞാൻ വീഡിയോ ഓണാക്കിയില്ല കേട്ടോ. വീഡിയോ ഓണാക്കുമ്പോഴൊന്നും ദോശ ശരിയായി കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇതാ ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ മക്കളൊക്കെ എടുത്ത് കൊണ്ടുപോയി ചൂടോടൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം ഞാനിതാ ഏട്ടനുള്ളത് ഉണ്ടാക്കിയിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് മാവുണ്ടായതും കൊണ്ട് ചെറിയൊരു ദോശ ഉണ്ടാക്കി. അപ്പോൾ ചോറുണ്ണൽ കഴിഞ്ഞിട്ട് ഞാൻ ആ ദോശയും കൂടി കഴിക്കട്ടെ, ചെറിയ ദോശ. പിന്നെ രാവിലത്തെ കടലക്കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കിയതും പിന്നെ നമ്മുടെ കൂനും കൊണ്ടുള്ള കറിയും ഒക്കെ എടുത്തിട്ട് ഏട്ടനുള്ളത് വിളമ്പിയിട്ട് പിന്നെ ഞാനിതാ ചോറൊക്കെ എടുത്തിട്ട് ഞാനും പോവുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന കറി മൊത്തത്തിൽ ഞാൻ എടുത്തു. പിന്നെ അത് പാത്രം കഴുകാനുള്ളതൊക്കെ വാഷ് ബേസിക്ക് എടുത്തിട്ടുണ്ട്. എന്താ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോയിട്ടോ. കഴിക്കൽ കഴിഞ്ഞ് വന്നിട്ട് വേഗം പാത്രം കഴുകുകയാണ്, കാരണം ബിഗ് ബോസ് തുടങ്ങാനായിട്ടുണ്ട്. ഞങ്ങൾ ലൈവ് ഒന്നും കാണാറില്ല, വൈകുന്നേരത്ത് കുറച്ച് നേരം കാണും കേട്ടോ. പിന്നെ ഞാൻ പകൽ കാണാറുണ്ട്, പക്ഷേ മോന് രാത്രി ഒരു 10 മണി വരെയൊക്കെ ഇരുന്ന് കാണും. അപ്പോൾ അവൻ്റെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴാണ് ആലോചിച്ചത് വൈകുന്നേരത്ത് ഞാൻ തല നനച്ചിട്ട് തോർത്ത് കെട്ടി വെച്ചതാണ് കേട്ടോ. അത് അമ്പലത്തിൽ നിന്ന് വന്നിട്ട് പിന്നെയും കെട്ടി വെച്ചു, വെള്ളം അങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ അത് അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ ഒന്ന് അഴിച്ച് മുടിയൊക്കെ കെട്ടർത്ത് കെട്ടി പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ടു. പിന്നെ കുറച്ച് ചോറ് ഞാൻ കഴിച്ചിട്ടും പിന്നെ ഒരു കയ്യിൽ ചോറ് ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ പാത്രമൊക്കെ ഒന്ന് എടുത്ത് കഴുകി വെച്ചു, നമ്മുടെ ചോറ് ഊറ്റിയിരുന്ന പാത്രമൊക്കെ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടതാ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കൊണ്ടുപോയി കളയാൻ വേണ്ടിയിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ലാബും പിന്നെ അടുപ്പൊക്കെ അത് ദിവസം രാത്രി തുടയ്ക്കണം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ ആദ്യം തന്നെ നല്ലപോലെ സോപ്പിട്ട് കഴുകിയിട്ട് പിന്നെ വൈപ്പറും കൊണ്ട് തുടച്ചെടുക്കും കേട്ടോ. അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാട് പോലെ ഉണ്ടാവും. പിന്നെ ഒരു തുണി എടുത്ത് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ഒന്നും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഉണങ്ങിയ തുണി വെച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ വൈപ്പറും കൊണ്ട് വലിക്കുമ്പോൾ തന്നെ ഈ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ ജനലും എല്ലായിടവും തുടച്ചു. ഇനിയുള്ള പണി ഇതാ വാഷ് ബേസ് ഒന്ന് കഴുകണ്ടോ. അപ്പോൾ അതിലുണ്ടായിരുന്ന വേസ്റ്റൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് കളയുകയാണ്. ഇനി ഒരു പാത്രം മാത്രമായിട്ട് കഴുകാനുള്ളൂ. അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കൂന് കറി വെച്ചത് പാത്രമായിരുന്നു കേട്ടോ. അതും കൂടി കഴുകി വെച്ചപ്പോൾ പാത്രം കഴുകൽ കഴിഞ്ഞു. പിന്നെ ഇതാ സോപ്പൊക്കെ ഒന്ന് സോപ്പിട്ടേക്കുന്ന പാത്രം സോപ്പ് കൊടുക്കൊന്ന് കഴുകി നമ്മളെ ചകിരിയൊക്കെ കഴുകിയിട്ടുണ്ട്. പിന്നെ ഞാൻ തുടച്ചുകൊണ്ടിരുന്ന ആ തുണിയൊന്ന് കഴുകിയിട്ട് പുറത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ഈ വെള്ളം കാണുമ്പോൾ അത് അപ്പം തന്നെ തുടയ്ക്കണം. പിന്നെ വേഗം അടിച്ചു വാരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. എല്ലാവരും അടിച്ചു വരുന്നത് അടുക്കളയിൽ അടിച്ചു വരിയിട്ട് വേസ്റ്റ് പുറത്ത് വെച്ചിട്ടുണ്ട്. രാത്രി കളയാൻ പാടില്ല പറയുമല്ലോ, അപ്പോൾ ഞാൻ രാത്രി അവിടെ വെച്ചിട്ടാണ് കേട്ടോ രാവിലെ കളയാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ വാഷ് ബേസും കൂടി നല്ലപോലെ തേച്ച് കഴുകി. പിന്നെ നമ്മുടെ ടാപ്പ് സ്റ്റീലിൻ്റെയാണ് കേട്ടോ, അതുകൊണ്ട് അതൊന്ന് കഴുകിയ നല്ല പോലെ വൃത്തിയാവും. പിന്നെ ഞാൻ പോയത് നമ്മുടെ
ഡൈനിങ് ടേബിളിൻ്റെ അവിടെയുള്ള ഒരു വാഷ് ബേസ് ഉണ്ടല്ലോ, അത് കഴുകാൻ വേണ്ടിയിട്ട്. അത് കഴുകി കഴിഞ്ഞതാ തുണിയും കൂടി ഒന്ന് കഴുകിയിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം പണി കഴിഞ്ഞു. ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലേക്ക് കറിക്ക് കടല എന്തെങ്കിലും വെള്ളത്തിലിടണമെന്നാണ് കേട്ടോ. പിന്നെ വേഗം പോയി ബിബി ഹൗസ് ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ